കാപ്പിക്കുരു മോഷ്ടാക്കളെ കൊണ്ട് വലഞ്ഞ് വയനാട് ചെതലയം വളാഞ്ചേരിക്കുന്ന് പ്രദേശം. കഴിഞ്ഞ ദിവസം കൊല്ലം സ്വദേശി ഷിബുവിന്റെ ഉടമസ്ഥതയിലുള്ള തോട്ടത്തിൽ നിന്ന് പച്ചക്കാപ്പി മോഷണം പോയി. പ്രദേശങ്ങളിൽ പോലീസ് പട്രോളിംഗ് അടക്കം ശക്തമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കാപ്പിക്കുരു കട്ട് കഴിഞ്ഞാൽ പിന്നെ പിടിക്കാൻ വലിയ പാടാണ്. സുൽത്താൻ ബത്തേരി നഗരസഭയിലെ ചെതലയം വളാഞ്ചേരിക്കുന്ന് പ്രദേശങ്ങളിലാണ് കാർഷിക വിള മോഷ്ടാക്കൾ വിലസുന്നത്. കാപ്പി വിളവെടുപ്പിന് പാകമായതോടെ കർഷകർക്ക് ഉറക്കമില്ലാത്ത രാത്രിയാണ്. വന്യമൃഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്ന കാപ്പി ഇപ്പോൾ മോഷ്ടാക്കൾ കവരുന്നതാണ് പ്രതിസന്ധി. കഴിഞ്ഞ ദിവസം വളാഞ്ചേരിക്കുന്നിൽ കൊല്ലം സ്വദേശി ഷിബുവിന്റെ ഉടമസ്ഥതയിലുള്ള തോട്ടത്തിൽ നിന്ന് വ്യാപകമായി കാപ്പി മോഷണം പോയി. വന്യമൃഗശല്യം രൂക്ഷമുള്ള പ്രദേശമാണ് ഈ പ്രദേശം. അപ്പോൾ ഇവിടെ വേലിയൊക്കെ കെട്ടിയിട്ട് ഈ കാപ്പിയൊക്കെ ഞങ്ങൾ സംരക്ഷിച്ച് പോരുകയാണ്. കണ്ണ് തെറ്റിയ കാപ്പി കളവാണ്. ഈ പച്ചക്കാപ്പി ഇപ്പോൾ വിപണിയിൽ എടുക്കുന്നതാണ് ഇപ്പോൾ ഈ പ്രശ്നമായി വന്നേക്കുന്നത്. 60 ഉറുപ്പിക ഇപ്പോൾ കാപ്പിക്ക് പച്ചക്കാപ്പിക്കുണ്ട്. അപ്പോൾ അത് കാരണം ആര് കൊണ്ടു കൊടുത്താലും ഇപ്പോൾ കാപ്പി എടുക്കും. അപ്പോൾ അത് കാരണം വ്യാപകമായ രീതിയിലാണ് ഇപ്പോൾ കാപ്പി മോഷണം. പച്ചക്കാപ്പിക്കും വിപണിയുള്ളതും മോഷ്ടാക്കൾ അവസരമാക്കുകയാണ്. ഈ സാഹചര്യത്തിൽ പ്രദേശത്ത് പോലീസിന്റെ ഇടപെടൽ ഉണ്ടാകണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. 24 വയനാട്. ഒരു ഭാഗത്ത് വന്യമൃഗങ്ങളെ പേടിക്കണം, മറുഭാഗത്ത് കാപ്പി കള്ളന്മാരെ പേടിക്കണം. വല്ലാത്ത കഷ്ടമാണ് അവിടുത്തെ കർഷകരുടെ ജീവിതം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.